വയ്യ. പണികളൊക്കെ കഴിഞ്ഞു. വിശന്നിട്ട് വയ്യ. കുട്ടി എണിക്കുമ്പത്തേനും പോയി ചോറിങ്ങട്ടെ. ഓ ഓ വീട്ടിൽ പോയതിനെ മാറണില്ല. വയ്യ. ഈ പെണ്ണെവിടെ? കാണാനും ഇല്ലല്ലോ. ഡി റസീന, നിന്റെ പണികളൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞുമ്മ. ആ കഴിഞ്ഞെങ്കിലേ ഇങ്ങോട്ട് വായോ. വരുമ്പോഴേ ആ കാലത്തേക്കിന് ഓൾമെന്റ് ഇല്ലേ, അതും കൂടി എടുത്തോ. എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. അത് തേച്ചിട്ടേ നന്നായിട്ട് അങ്ങോട്ട് ഒഴിയണം. നീ ഇങ്ങോട്ട് വായോ. ഞാൻ ചോറ് തിങ്ങിയമ്മ, അപ്പ വരാം. ഇത്ര നേരമായിട്ട് നിന്റെ തിന്നലും കുടിക്കലൊന്നും കഴിഞ്ഞില്ലേ? ഇനി എന്തായാലും എന്റെ കാല് ഒഴിഞ്ഞിട്ട് നീ തിന്നാ മതി. ഇനിയിപ്പൊ ആ കുട്ടി അണിച്ചാ അതും നടക്കില്ല. നീ ഇത്തിരി നേരം ഒഴിഞ്ഞിട്ടേ വേഗം പൊക്കോ. ഒരു കാര്യം ചെയ്യില്ല നേരാമണം. ഷൂ ആ വലതുകാലിലേ നന്നായിട്ട് അങ്ങോട്ട് തേച്ചോ. പോ, കാലുവേദന എടുത്തിട്ട് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും വയ്യ. പോ. നന്നായിട്ട് അങ്ങോട്ട് അമർത്തി തേക്കി. പോ. ഓ എന്തൊരു വേദനയാ. ആ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ അങ്ങോട്ട് തേക്കി. ഉമ്മ പോരെ, കുട്ടി എണിച്ചു. എവിടെ ആയിട്ടില്ല. നീ കുറച്ചുകൂടി അങ്ങോട്ട് ഒഴുകി എന്നിട്ട് പൊക്കോ. ഉമ്മ ചെക്കൻ എണിച്ചു, കരയുന്ന കേട്ടില്ലേ? എന്റെ ചെവി പൊട്ടിയിട്ടൊന്നും ഇല്ല, ഞാൻ കേൾക്കുന്നുണ്ട്. കുട്ടികളാകുമ്പോ കരയും, അതിനിപ്പോ എന്താ? അതിങ്ങനെ കരയുമ്പത്തിനെ അങ്ങോട്ട് ഓടിപ്പോയി അങ്ങനെ എടുക്കൊന്നും വേണ്ട. അതെ, തൊട്ടി കിടന്ന് കുറച്ചേരം കരയട്ടെ. നീ ഒഴിയാൻ നോക്ക്. കുട്ടികൾ ഇങ്ങനെ ചെറുതായിട്ട് കരയുമ്പത്തിനെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ മിണ്ടിയനും പിടിച്ചതിനും ഒക്കെ കുട്ടികൾ കരയാൻ തുടങ്ങും. നീയാണെങ്കിലോ അത് എണിക്കുമ്പത്തിന് അങ്ങോട്ട് ഓടിപ്പോയി എടുക്കും. അതല്ലപ്പോ അതിങ്ങനെ കിടന്ന് കരയുന്നത്. വേണ്ടാത്ത ഓരോ ശീലങ്ങളും പഠിപ്പിച്ചു വെച്ചിട്ട്. നീ അങ്ങോട്ട് ഒഴിയ അങ്ങോട്ട് വേഗം. ഓ കാല്. മതി, പൊക്കോ. ഓ എന്തായിരുന്നു ഇന്നലെ രാത്രി ഒരു മഴ. ഓ ഇനിയും വരുന്നുണ്ട് മഴ. ആരാ? അതൊക്കെയമ്മ. അവനാ? എന്താ താ, ഞാൻ സംസാരിക്കാം. നീ പോട്ടെ മുറ്റടിക്കതാ, മഴ വരുന്നുണ്ട്. താ അങ്ങട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്ത് വിശേഷം കുട്ടിയെ? അങ്ങനെ പോണു.
നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അതന്നെ. അല്ല, നിനക്ക് സുഖല്ലേ? ആ അത് മതി, അതറിഞ്ഞാ മതി ഉമ്മാക്ക്. അതറിഞ്ഞാലേ ഉമ്മാക്കൊരു സമാധാനമുള്ളൂ. നീ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ? ആ ശരി. ആ കുട്ടിതാ ഉറങ്ങണു. ഇവിടെ നല്ല മഴയാ. എന്താ ഇന്നലെ രാത്രി ഒരു മഴ, അതാ പിന്നെ ഇപ്പൊ മഴക്കാർ വരുന്നുണ്ട്. നല്ല മഴയാ, പുറത്തിറങ്ങാൻ തോന്നില്ല. ഓ, നിന്റെ ഭാര്യന്റെ കേസൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഒരു പണിയും നേരാമണം ചെയ്യില്ല. പണി ചെയ്യുന്നത് പോട്ടെ, ആ കുട്ടീനെങ്കിലും നോക്കണ്ടേ, അതുപോലും ചെയ്യില്ല. ഓ, ഇങ്ങനെ ഒരെണ്ണം. അപ്പോ ചില സമയത്ത് ആ കുട്ടി ഇങ്ങനെ തൊട്ടി കിടന്ന് ഇങ്ങനെ കരയുന്ന കാണാ. എത്ര കരഞ്ഞാലും അവളെടുക്കില്ല. അവളിങ്ങനെ ഫോണിലും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇതിനും മാത്രം എന്താണാവോ ആ ഫോണിൽ തോണ്ടാനുള്ളത്, എനിക്കറിയില്ലപ്പാ. പിന്നെ ഞാൻ വേണം അതിനിത്തിരി എടുക്കാനും ഇത്തിരി കൊഞ്ചിക്കാനും. നിന്റെ ഭാര്യ പാല് കൊടുക്കാനല്ലാണ്ട് അതിനെ തൊടില്ല. ഓ, ഈ ചുറ്റുപാടത്തെ കുറെ പെണ്ണുങ്ങളും കുട്ടികളെ കാട്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടീനെ നോക്കാത്ത പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അവളുടെ കാര്യങ്ങളോ അവള് സമയാസമയത്തിന് നടത്തുന്നുണ്ട്. തിന്നലും കുടിക്കലും അതിനൊന്നും ഒരു കുഴപ്പമില്ല അവൾക്ക്. ഇതാണ് ഇവിടത്തെ അവസ്ഥ. എന്താ ചെയ്യ എന്റെ കുട്ടിയേ. എനിക്കാണെങ്കിലോ വയസ്സും പ്രായവും ഒക്കെ ആയി. ഞാനേ എന്തോ പറഞ്ഞ പോലെ ഈ മരുന്നും മന്ത്രവും കൊണ്ടൊക്കെയാണ് ജീവിച്ചു പോണത്. ആ വിചാരമൊന്നും അവൾക്കില്ല. ഈ വയ്യത്ത ഞാൻ വേണം ഈ വീട്ടിലെ മൊത്തം പണി ചെയ്യാനും ആ കുട്ടീനെ നോക്കാനും. ആ ആ ശരിന്നാ. ഓ ഓ ഓ ആ ശരിയടാ. ആ പിന്നെ നീ ഇനിയിപ്പോ ഇതൊന്നും അവളോട് ചോദിക്കാനും പറയാനും ഒന്നും നിക്കണ്ട. ആ, പിന്നെ അത് മതി. പിന്നെ അവൾക്ക് എന്നോട് ദേഷ്യാവും. പിന്നെ അവൾ എന്നെ എന്തെങ്കിലും ചെയ്യും. എന്തിനാ വെറുതെ. ആ ആ ആ ശരി. ഓ, ഉം, ഉം. അങ്ങനെ പോ. അവള് വലിയ മാന്യത്തിയാവണ്ട.